ഹലോ, നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഹലോങ് ബേയിലെ കേവ് വിസിറ്റ് നടത്തി തിരികെ നമ്മുടെ ക്രൂയിസ് ഷിപ്പിലേക്ക് വരുന്നിടത്ത് വെച്ചാണ്. ഈ എപ്പിസോഡിൽ ക്രൂയിസ് ഷിപ്പിലെ ബ്രഞ്ചും അവിടെ നിന്ന് ചെക്ക് ചെയ്ത് തിരികെ കരയിലേക്കുള്ള യാത്രയും അവിടെ നിന്ന് ഹനോയിലേക്കുള്ള ബസ് യാത്രയിൽ റെസ്റ്റ് എടുക്കാൻ നിർത്തിയ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലെ കാഴ്ചകളും തുടർന്ന് ഹനോയിൽ നിന്നും ദനാങ്ങിലേക്കുള്ള വിമാനയാത്രയും മറ്റുമാണ്. ആരും സ്കിപ്പ് ചെയ്യരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. കേവ് കണ്ട് തിരികെ ഷിപ്പിലെത്തി. ഇനി ബ്രഞ്ച് കഴിക്കലാണ്. ഈ ഷിപ്പിൽ ഞങ്ങളുടെ അവസാനത്തെ ഫുഡാണിത്. ക്രൂയിസിനോട് വിട പറഞ്ഞ് തിരികെ കരയിലേക്ക്. കഴിഞ്ഞ ദിവസം കരയിൽ നിന്ന് കടലിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരുന്നു. അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തിരിച്ചുള്ള യാത്രയിൽ ഷൂട്ട് ചെയ്തില്ല. അത് റിപ്പീറ്റേഷനാകും. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിനുള്ളിലാണുള്ളത്. നമ്മളെ ഇവിടെ എത്തിച്ച അതേ വാഹനം. ഇനി തിരിച്ച് ഹനോയിലേക്ക്. ഇപ്പോൾ നമ്മളുള്ളത് ഇടയ്ക്കുള്ളൊരു ബ്രേക്ക് പോയിന്റിലാണ്. ഇവിടം ഒരു പ്രത്യേക തുണിത്തരങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെയും ഒരു ക്ലാസ് ഉണ്ടാവും. അതിനായി എല്ലാവരും റൂം നമ്പർ 9 ചെല്ലാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും ഒരു ID കാർഡും തരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ കയറുമ്പോൾ ഒരു ID കാർഡ് തരും. ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ് തിരികെ പുറത്തേക്ക് പോകുമ്പോൾ ഇത് തിരികെ വാങ്ങും. വരുന്ന ഗ്രൂപ്പുകളെ തിരിച്ചറിയാനുള്ള ഒരു വിദ്യ. നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്പർ 16. വേറെയും ഗ്രൂപ്പുകളും ഒറ്റയ്ക്കുള്ള സന്ദർശകരും ഉണ്ടാകും ഇതിനകത്ത്. നമ്മളുടെ ഗ്രൂപ്പിലെ മിക്കവരും എത്തി. ഇനി നമ്മളുടെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് ഈ പെൺകുട്ടിയാവും, കുറച്ചു നേരത്തേക്കെങ്കിലും. ബാംബു ഫൈബർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ വിൽപ്പന കേന്ദ്രമാണിത്. ഒപ്പം മറ്റു ചില സാധനങ്ങളും ഉണ്ടാകും. എങ്കിലും പ്രധാന വിപണനം ബാംബു ഫൈബർ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളും മറ്റുമാണ്. അവയുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അവയുടെ വിലയെക്കുറിച്ചും ഒക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി നമ്മളെ കൊണ്ട് പലതും വാങ്ങിപ്പിക്കും. അത്ര മിടുക്കിയാണ്. ഇത് water. This is bamboo fiber. Because dryer it has radiation, not good for your skin, not good for
short hair or long hair, no problem because free time. And if you using this one, you know, only about 3 minutes to 7 minutes. You have one water like this. So now I will put hair towel inside. Okay? Our hair towel we make from 95% bamboo fiber and only 5% elastic fiber. And you see here, absorb water very fast. Okay? After absorb water, microfiber or cotton is have too much water ripping or drop. But bamboo fiber you see here is not much water ripping. It is very different. And we can remove too much water inside the towel here. So it's fast dry. We need only 30 minutes to 1 hour to dry in the sun. We don't need to wait a long time. Bath towel, with face towel from bamboo fiber. You know all of Vietnamese using this product because it's very good quality. Special, a lot of 5-star hotels and 5-star cruise in Halong Bay using this towel. If you buy cotton or microfiber towel, maybe after put in the bathroom 3 days to 4 days, you can feeling this too strong smell if you forgot clean. But bamboo fiber, you are put in the bathroom about 7 days. Then I want to introduce for you about stocks here. Stocks. You can waste 3 days. You don't need to change no smell. Our stocks, 3 days you don't need to change no smell. Our stock is very strong. It's not easy loose like cotton or microfiber. Okay. One box, 6 pair. You can mix different color. 13 US dollar. So it's meaning about $2 for one pair. 1 3 for one box. Okay? Can you feel here? It's very good. Made from bamboo fiber here. This cake scarf, we can do 26 designs. Long dress, short dress, bikini or jacket. Okay? So let me introduce for you now. The first one we can make scarf. Second one you can make jacket like Korean design like this. Okay? And about long dress, like this. Like this. Okay? Yeah. Or multifunction. I think it's very good gift for your girlfriend, for your wife, for your girlfriend. Okay, so you can give gift for your wife or your second wife. After discount only 13 US dollar, 1 free for one, but we have many colors. You don't worry, many colors for you. Thank you. Very beautiful. Okay. Now dress. This is very good price. Buy one, get one free. Only 29 US dollar for two. 29 US dollar for two. So only 15 US dollar for one, right? You know it's very beautiful. We have many colors, many designs for you. Special India. You can wear this one with one pants like this. Okay? Very beautiful, very cool. It's not hot. $29 for two. 29 US dollar. 29 for two. Okay? Yes. And then I want to introduce for you one more bamboo fiber lotus fiber scarf. This one is automatic anti-UV. You can do like this or like this. Like this. Okay? Very beautiful. Yes. My one is 16 US dollar after discount. Very cool, Baba. Okay? Bra from bamboo fiber. You know all of Vietnamese ladies, we don't like wear bra when we stay at home because if we wear bra, it's very hot. But we have this one, no wire, and it's very thin, not thick. So it's very cool. Okay? Special if you don't wear bra, right? 1 year like this, 2 years like this, 3 years like this. After 5 years, maybe you can put back like this, right? So you need to wear every time, everywhere. Okay? Cannot free. Okay? And you know India, Vietnam, slightly a little bit small, but India a little bit big, right? So if you don't wear good quality bra, baby is jumping, things like this, right? So if you have that one, it's not a big thing. Okay? 29 for two. So you can mix this one, and dress. Up to you. Okay? Can you feel here? Okay? This is underwear, like from bamboo fiber. Yeah, automatically smell and antibacterial. It's not become fat in here. Make it higher, very sexy. Special, this type underwear is not become yellow.
become steady and you can wash very easily. Maybe you buy this one is very nice because it's very comfortable. Okay, we have enough size for you. Why all the minute is ladies we have a skinny body because we wearing this one. It's not original. Okay, you see it and it's very good. Okay, and you feel air condition underwear. Okay, and this is air condition underwear for men. Yes, I give you buy 2 free 1. Okay, $14 for one. Buy 2 free 1 is meaning 28 for 3. It's around $9 for one. Okay, and now I want to introduce for you something organic massage made from Cambodia with turmeric stones. You know, Vietnam, Sri Lanka, Bangladesh, Indonesia, Malaysia, Philippines, India, and Nepal. It is some country a lot of people have a knee problem, knee pain, arthritis, varicose veins, back pain, neck pain. Why do you know? The first problem is our country very hot. Second problem, after only 30 to 40 years old, a lot of people in our country have upper body heavy more than their body. This means big shoulder and big belly. Okay, so a long time is very heavy and it's not good for back, not good for knee. And you know in Vietnam they have a lot of massage machine, but massage machine they have 3 problems. First problem, very expensive. Second problem, big and heavy, not easy for you to take away. And one more problem is if you buy massage machine, it's meaning every day you need to use electricity. It is 3 problems. Okay, so we have 3 things like this. Neck massage, you can use when you have neck pain, circulation problem, or someone you are use computer driving. You are studying, you are sitting a long time, very tired. You can take this product massage for neck. But it's not only for neck. It's also good for elbow pain, arm pain, twist pain, finger pain, and ankle pain. Okay? And no, not everywhere. This is knee massage. You can use it for knee pain, for arthritis, knee problem, rheumatism. Some lady you have pain in here, or patch in here, it becomes slimming. Okay? And this is knee $26 for one. Shoulder pain, like this. Back pain, low back pain, and front it will become slim for someone big belly, big stomach. Okay? If you wear for stomach, after only 2 to 3. ചിലപ്പോൾ ശരിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ ഇത്തരം ഡയലോഗുകളിൽ വീഴ്ത്താൻ വളരെ എളുപ്പമാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട് മാഞ്ചിയം മാറി, മണി ചെയിൻ, വീട്ടിലിരുന്ന് ചുമ്മാ പണമുണ്ടാക്കാനുള്ള ഗെയിം തുടങ്ങി ഇപ്പോൾ വിർച്വൽ അറസ്റ്റിൽ എത്തി നിൽക്കുന്നു. നമ്മൾ വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിപ്പോഴും മേലനങ്ങാതെ എങ്ങനെ പണമുണ്ടാക്കാം എന്ന ചിന്തയിലാണ്. കണ്ടില്ലേ കുട്ടിയുടെ മിടുക്ക്? ഞങ്ങളിൽ പലരും വീണു കഴിഞ്ഞു. ഇനി അതിൽ പലതും വാങ്ങും. പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നോക്കില്ല. എനിക്ക് ആ കുട്ടി പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇന്നർവെയറിനെ കുറിച്ചുള്ള ഭാഗമാണ്. അവ ആഴ്ചകളോളം കഴുകാതെ ഉപയോഗിക്കാം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. സ്മെല്ലുണ്ടാകില്ല എന്ന്. എന്താ അല്ലേ? ഇതിനുള്ളിൽ ധാരാളം കളക്ഷൻസ് ഉണ്ട്. അവ മുഴുവൻ നമ്മളെ പരിചയപ്പെടുത്തിയ ബാംബു ഫൈബർ ഉപയോഗിച്ചുണ്ടാക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സർക്കാർ സ്ഥാപനമാണെന്നാണ് പറഞ്ഞത്. ധാരാളം ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അവരും ഇവരുടെ ക്ലാസ്സുകളിൽ വീണവരായിരിക്കും. നമ്മുടെ ആളുകളും സാധനങ്ങൾ ധാരാളമായി വാങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ യാത്രകളിൽ ഇത്തരം സാധനങ്ങളൊന്നും വാങ്ങാറില്ല. ഷോപ്പിംഗ് ഒരു ശീലമാക്കിയാൽ അത് പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും ചതിക്കപ്പെടാനും സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറ്റിക്കപ്പെട്ടാൽ അവ തിരികെ കൊടുത്ത് മാറ്റി വാങ്ങാനുള്ള അവസരമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങിയാൽ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവ ഇവിടെ തിരികെ കൊണ്ടുവന്ന് മാറ്റി വാങ്ങുക വളരെ പ്രയാസമാണ്. കാരണം കൂടുതലും വിദേശ ടൂറിസ്റ്റുകളാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. അത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് തന്നെ. ഡ്രസ്സ് മാത്രമല്ല, ബാഗും ചെരുപ്പും എന്ന് വേണ്ട എന്തും കിട്ടും.
എനിക്കൊന്നും വാങ്ങാനില്ലാത്തതിനാൽ ഞാൻ പുറത്തിറങ്ങി. ഇത് എക്സിറ്റ് ഗേറ്റാണ്. ഇവിടെ ധാരാളം പ്രതിമകൾ നിരത്തി വച്ചിരിക്കുന്നു. മാർബിളിലും മറ്റും പണിത സുന്ദര ശില്പങ്ങൾ. ഇവയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാവും. സായിപ്പന്മാർ ഇഷ്ടപ്പെട്ടാൽ എത്ര രൂപ കൊടുത്തും വാങ്ങും. അതവരുടെ സ്വന്തം നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യും. നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ പ്രതിമകൾ, പല രൂപത്തിലും പല വലിപ്പത്തിലും. പുറത്ത് ഞാൻ കുറേ സമയം നിന്നു. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലെ ഒരാളെയും കണ്ടില്ല. ഇവിടെ നല്ല ചൂടുമുണ്ട്, ഉള്ളിലാണെങ്കിൽ AC യും. ഞാൻ വീണ്ടും അകത്തേക്ക് കടന്നു. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് പിന്നെയും പലതും കാണാനുണ്ടായിരുന്നു എന്ന്. എന്നെപ്പോലെ പുറത്തിറങ്ങിയ മുത്തുസാറും വീണ്ടും അകത്ത് കയറി. ഇവിടെ ക്രാഫ്റ്റ് സെക്ഷനാണ്. ധാരാളം ആളുകളിലിരുന്ന് തുണിത്തരങ്ങളിലും മറ്റും പൂക്കളും മറ്റും തുന്നി പിടിപ്പിക്കുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ടേബിളുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആർട്ടിസ്റ്റുകളുടെ ഒരു കൈ ടേബിളിന് മുകളിലും മറ്റേ കൈ ടേബിളിനടിയിലുമാണ്. മുകളിൽ നിന്ന് നീഡിൽ കടത്തി അടിയിലെത്തി അവിടെ നിന്ന് വീണ്ടും തിരികെ മുകളിലേക്ക് തള്ളി ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നു. നോക്കൂ, ഇവിടെ മുഴുവൻ സ്ത്രീകളാണ് ആ തുന്നൽ പ്രവൃത്തി നടത്തുന്നത്. നമ്മുടെ നാട്ടിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. എന്നാൽ ഇവിടെ ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പുരുഷ മേധാവിത്വമുള്ള തൊഴിലുകളും ഇവിടെ സ്ത്രീകളാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, പൂക്കൾ എത്ര ഭംഗിയായാണ് രൂപപ്പെടുന്നതെന്ന്. നല്ല ക്ഷമയും സൂക്ഷ്മതയും വേണ്ട ഒന്നാണ് ഈ ക്രാഫ്റ്റ് വർക്ക്. തുണിയിൽ മാത്രമല്ല, ക്യാൻവാസിൽ ഇവർ ഇത്തരം സൃഷ്ടികൾ നടത്തുന്നുണ്ട്. അവയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കും വച്ചിട്ടുണ്ട്. വില കൂടിയ ആഭരണങ്ങളും വാച്ചുകളും മറ്റ് പ്രീമിയം വസ്തുക്കളും വിൽക്കുന്ന ഇടമാണ് ഇവിടം. വില കേട്ടാൽ നമ്മൾ ഞെട്ടും. അതുകൊണ്ട് വെറുതെ ഞെട്ടിക്കുന്നില്ല. എനിക്കിപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ തുടരുകയാണ്. കുറെ കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. അത്ര വിശാലമാണ് ഈ ഹാൾ. ഓ ഭാഗ്യം, 2 പേരെ കിട്ടി. ഒന്ന് നമ്മുടെ ഗൈഡും ട്രാവൽസിൻ്റെ MD-യുമായ ഷാജി മാത്യു, പിന്നെ എൻ്റെ സുഹൃത്ത് ബിനു. പക്ഷെ അവരെ കണ്ടെത്തിയ സ്ഥലം അതൊരു 1-1.5 സ്ഥലമാണ്. കണ്ടോ, തുണിക്കടയിലും മദ്യവിൽപ്പനശാല. നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലൊന്നും തുടങ്ങാൻ കഴിയുമോ? തുടങ്ങിയാൽ പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഈ വഴി പോകാൻ കഴിയുമോ? കാലക്രമേണ നമ്മുടെ നാട്ടിലും ഇതൊക്കെ സാധ്യമാകുമെന്ന് പ്രത്യാശിക്കാം. പക്ഷേ ഒരു പ്രശ്നം, സർക്കാരുകൾക്ക് 600% ടാക്സുമിട്ട് ഇവ വിൽക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ വിഷയത്തിലുള്ള മനോഭാവം ഒന്ന് തന്നെ. ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുള്ളൂ. മോണോപ്പൊളി കളയാൻ സമ്മതമല്ല. ഇന്ന് മറ്റ് പ്രോഗ്രാംസ് ഒന്നുമില്ല. നേരെ ഹോട്ടലിൽ ചെന്ന് അവിടെ വെച്ചിട്ടുള്ള
ലഗേജും എടുത്ത് എയർപോർട്ടിൽ പോകണം. രാത്രിയാണ് ദനാങ്ങിലേക്കുള്ള വിമാനം. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം സമയം തങ്ങാൻ ഗൈഡ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്നും ഒരു കോഫി ആകാമെന്ന് തീരുമാനിച്ചു. പല വിലയുള്ള കോഫിയുണ്ട്. കൂടുതൽ പരീക്ഷണത്തിന് നിൽക്കാതെ വിയറ്റ്നാം കോഫി വാങ്ങാൻ തീരുമാനിച്ചു. കോഫി വാങ്ങി ഇവിടുള്ള ഒരു വിശാലമായ ഹാളിൽ വന്നിരുന്ന് കോഫി കുടിക്കുകയാണ്. ആ ബ്രേക്ക് പോയിന്റിൽ നിന്നും തിരിച്ചിറങ്ങി നേരെ ഹോട്ടലിൽ പോയി നമ്മുടെ ലഗേജുകളും എടുത്ത് നമ്മൾ ഇപ്പോഴുള്ളത് ഹനോയിലെ ഡൊമസ്റ്റിക് ടെർമിനലിന് മുന്നിലാണ്. ഇവിടെ നിന്നും 6:55 ഒരു വിയറ്റ് ജെറ്റ് എയർ വിമാനത്തിൽ നമ്മൾ ദനാങ്ങിലേക്ക് പോകും. 8:15 നമ്മൾ ദനാങ്ങിലെത്തും. 1 മണിക്കൂറും 20 മിനിറ്റുമുള്ള ഒരു യാത്ര. എയർപോർട്ടിൻ്റെ ഉൾഭാഗം വിശദമായി ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോൾ നമ്മളുള്ളത് വിമാനത്തിനുള്ളിലാണ്. ഇത് ഒരു എയർബസ് A320 വിമാനമാണ്. വലിയ കാലപ്പഴക്കമുണ്ടെന്ന് തോന്നുന്നില്ല. കുറഞ്ഞ ദൂരത്തേക്കുള്ള യാത്ര, അതായത് വിയറ്റ്നാമിൻ്റെ നോർത്ത് ഭാഗത്തു നിന്നും മധ്യഭാഗത്തേക്ക്. നമ്മളിപ്പോൾ കാണുന്നത് ദനാങ്ങിൻ്റെ ആകാശ കാഴ്ചകളാണ്. നമ്മൾ ദനാങ്ങിലെ DAD എന്ന ചുരുക്കപ്പേരിലുള്ള ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. പ്രധാന ടൗണിൻ്റെ ദൃശ്യങ്ങളും ഔട്ടർ സിറ്റിയുടെ ഭാഗങ്ങളുമൊക്കെയാണ് താഴെ കാണുന്നത്. പ്രധാന സിറ്റിയിൽ നിന്ന് മാറിയാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വിമാനം നിലം തൊട്ടു. ഡൊമസ്റ്റിക് യാത്രയായതിനാൽ വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടാകില്ല. നല്ല ലക്ഷണമല്ല പുറത്തെ കാഴ്ച. മഴ പെയ്ത ലക്ഷണമുണ്ട്. ചെറുതായി ഇപ്പോഴും ചാറ്റലുണ്ട്. മഴ നമ്മുടെ ടൂറിനെ ബാധിക്കാതിരുന്നാൽ മതി. എയർപോർട്ടിൻ്റെ പരിസരം മുഴുവൻ വെള്ളം തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നാളെ എല്ലാം ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നിനി മറ്റു കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ. ആശ്വാസം. ഞങ്ങൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി എയറോ ബ്രിഡ്ജ് വഴി വിമാനത്താവളത്തിലേക്ക്. ഇത് വിയറ്റ്നാമിലെ 3ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഹനോയിലെയും ഹോച്ചിമിൻ സിറ്റിയിലെയും എയർപോർട്ടുകളാണ് മറ്റ് 2 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ. 2024 റേറ്റിംഗ് പ്രകാരം ലോകത്തെ ടോപ്പ് 100 എയർപോർട്ടുകളിൽ ഈ എയർപോർട്ടും ഉണ്ട്. 94ാം സ്ഥാനത്ത്. ഈ എയർപോർട്ടിന് മൊത്തത്തിൽ 3 സ്റ്റാർ റേറ്റിംഗും ഈ എയർപോർട്ടിലെ ഇൻ്റർനാഷണൽ ടെർമിനലിന് മാത്രമായി 5 സ്റ്റാർ റേറ്റിംഗുമാണുള്ളത്. 1940 ഫ്രഞ്ച് കൊളോണിയൽ ഗവൺമെൻറ്റാണ് ഈ എയർപോർട്ട് ഇവിടെ തുടങ്ങിയത്. 2ാം ലോക മഹായുദ്ധത്തിൽ ഈ എയർപോർട്ട് ഒരു തന്ത്രപ്രധാനമായ എയർപോർട്ടായിരുന്നു. 1957 ഈ എയർപോർട്ടിനെ ദനാങ് എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്തത്. അതുവരെ ഈ എയർപോർട്ട് അറിയപ്പെട്ടിരുന്നത്
ടൗറാൻസ് എയർപോർട്ട് എന്നായിരുന്നു. കൂറ്റൻ വിമാനങ്ങൾ ഒഴികെയുള്ള ഒട്ടുമിക്ക വിമാനങ്ങൾക്കും ഇവിടെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള റൺവേ ആണ് ഈ എയർപോർട്ടിനുള്ളത്. വളരെ വേഗം ഞങ്ങളുടെ ലഗേജ് കിട്ടി. എയർപോർട്ടിന് പുറത്തിറങ്ങി. ഇവിടെ നമ്മളെ കാത്ത് പുതിയ ഗൈഡ് ഉണ്ടാകും. മഴ തോർന്നു. തൊട്ടു മുമ്പ് മഴ പെയ്തത് കൊണ്ടാവാം ചൂട് കുറവുണ്ട്. മാത്രമല്ല ദനാങ് മലകളുടെയും കാടുകളുടെയും നാടാണ്. അതുകൊണ്ട് വിയറ്റ്നാമിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ചൂട് കുറവാണ്. ഇതാണ് ഇനി ഇവിടുള്ള ദിവസങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബസ്. ഓരോരുത്തരായി ബസ്സിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രാത്രി ആയതിനാലാകാം ഒരു തണുപ്പൻ മട്ട്. ഇതാണ് ഇനി ഇവിടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഗൈഡ്. ഒരു പെൺകുട്ടിയാണ്. വഴിയെ പരിചയപ്പെടാം. എല്ലാവരും ബസ്സിൽ കയറി. ഇതാണ് ലിൻ. യഥാർത്ഥ പേര് മറ്റെന്തോ ആണ്. വിളിക്കാൻ എളുപ്പത്തിന് ലിൻ. തുടർന്ന് കേട്ടോളൂ. Xin chào, namaste. Namaste, let me introduce myself again. My name is Lin and I will be your tour guide for the next 2 days. Yeah, Lin spelled L-I-N-H, Lin. Yeah, and also with me, my good companion, our driver, his name is Mr. Hiep. Hiep, H-I-E-P. Yeah, so in Hang Nom dictionary, my name and our driver's name has a unique meaning. Yeah, so my name means miracle. Woo! And at Da Nang, there is a pagoda that has my name on it, Lin Eng Pagoda. Lin Eng means wishes answer miraculously. Yeah. And his name, Mr. Hiep, Hiep means a person who likes to help other people around him. Yeah, and it also means harmoniously. Yeah, okay, so welcome everybody to Da Nang City. It's an honor for me to be your tour guide on this tour, and I hope that we will have a wonderful time here. Thank you so much. Yeah, so let me tell you a little bit about Da Nang. So why Da Nang should be your second place to visit when you come to Vietnam. So the population of Da Nang is about 1,250,000 people. Very small compared to the city that you fly to from Hanoi to Da Nang, right? So Hanoi is our capital city. Yeah, about 8 to 10 million people there. Yeah, so Da Nang is the biggest city in the central of Vietnam, but only the 5th largest city by municipal population. Only the 5th. Two big cities belongs to the north and 2 other belong to the south. Yeah, so Da Nang has a really good destination. Yeah, so Da Nang we have a jaunty commercial place with an international airport, flights landing at our airport and a busy seaport. Yeah, so we are lies on the coast of East Sea, Vietnam, and at the mouth of Han River. Yeah, so our place is also located on National Roadway 1A and also railway from the north to the south. So our place is a transport hub. Yeah, and if you stay overnight at Da Nang, you can easily see some several UNESCO World Heritage sites, such as the Imperial Citadel of Hue, the Old Town of Hoi An, and My Seong Sanctuary. Yeah, so yes. No, in our itinerary, we will visit a must-see place when coming to Da Nang is the Golden Hand Bridge tomorrow morning, and also in the afternoon and evening, we will visit Hoi An Ancient Town. Yeah, one of the World UNESCO Heritage Sites in our list. Yeah, so yeah, we will go to the hills to see the Golden Hand because the Golden Hand is located at the peak of Mount Hua, Ba Nai Hills. Yeah. The temperature will range from 17 to 25 degrees Celsius, cooler compared to the city center.
Yeah. So, because you had mentioned Bana Hills, right? So that is the thing that Da Nang will offer for you. Yeah, if you are a beach lovers, Da Nang, in front of your hotel, there is a beautiful beach. It's called Mi Ke Beach. It is one of the most beautiful. Yeah. You can. Yes, you can. Just cross the road. You will come to the beach. Yeah, the beach is really close to the city center. Yeah? Oh, thank you, sir. So actually, I am not from Da Nang. My hometown is Hue Imperial Citadel, about 3 hours from Da Nang. But I study university, and at that peninsula, that is Lin Eng Pagoda, 67 meters Lady Buddha statue, approximately to 30-floor buildings. Yeah, and secondly, the local people here are very friendly. Yeah, my first time coming to university here, I don't have anything. Yeah, so that's why the local people they give me food, they give me place to stay the first few weeks before I find a rented room for myself. Yeah, and now I still contact with them. I still come to their house and have dinner weekly. And thirdly, the living cost here is lower compared to Hanoi or Ho Chi Minh City. Yeah, it's very affordable if you decide to stay at Da Nang. Yeah, so because we are about to cross the symbol of Da Nang, do you know the Dragon Bridge? Yeah, the Dragon Bridge, yeah, we are about to cross it now. If we cross it, I'll show you. Yeah, so Da Nang, because we have a really big river, Han River, and there are 7 bridges crossing the Han River. So a lot of people, local people would say that Da Nang is the city of bridges. Yeah, and the Dragon Bridge is the most famous one. Yeah, the length of the Dragon Bridge is 666 meters with 6 lanes for traffic. Yeah, and it was officially opened in 2013. Look onto your left. You see the Dragon Bridge? Yeah, so this Dragon Bridge was inspired by the dragon of the Li Dynasty, or Dynasty, Zheng Dynasty, Li Dynasty. But the reason that we choose the dragon of the Li Dynasty because it looks very, very friendly. Yeah, it doesn't have like big teeth or big beard or sharp claws. It looks totally different from that. It looks really friendly. And if you look closely to the head of the dragon, it has a heart shape. A heart shape. Yeah, and the head of the dragon reaching out to the big sea, which means Da Nang ambition to reach out to the world. And the tail of the Dragon Bridge is a blooming lotus flower. It's also our national flower, just like you guys. Yeah. So I hope that you will have a wonderful time at Da Nang. Our time would be a little bit rushed because when we finish our dinner, it's gonna be 10 already. But if you like to visit Da Nang by night, you can just tell me. I can recommend you some places to go. Yeah, because at the Dragon we will go and. ലിന്നിൻ്റെ വിവരണം അവസാനിച്ചത് ഡിന്നറിനായി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ എത്തിയപ്പോഴാണ്. ഏതായാലും ആ കുട്ടിയുടെ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന രീതിയിലാണ്. അത്രയും ആശ്വാസം. നല്ല മിടുക്കിയായ കുട്ടി. കുട്ടിയുടെ മറ്റു വിവരങ്ങൾ നമുക്ക് വഴിയേ അറിയാം. മഴ ചെറുതായി ചാറുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കണം. കാരണം ഈ വലിയ ബസ് അങ്ങോട്ട് കടക്കില്ല. ഡിന്നർ കഴിഞ്ഞ് സ്റ്റേക്കുള്ള ഹോട്ടലിലെത്തി. ബെല്ലെ മാൻഷൻ, അതാണ് ഹോട്ടലിൻ്റെ പേര്. വളരെ വിശാലമായ ചെക്ക് ഇൻ കൗണ്ടർ ലോബി. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി മുറിയിലേക്കെത്തി. നമ്മുടെ റൂം 1510 ആണ്. 15ാം നിലയിലുള്ള മുറി. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അവ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അതൊരു ഇൻസ്പിറേഷനാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.